ദൈവത്തിന് സ്തുതി. നന്ദി ഒരു ചെറിയ പദമാണ്, പക്ഷേ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ശക്തിയും അതിവിശാലമാണ്. നന്ദിയും കടപ്പാടുമൊക്കെ ബാധ്യതയായി കരുതുന്നവരും ഇന്നത്തെ കാലത്ത് വിരളമല്ല. തനിക്ക് ലഭിച്ച സൗഖ്യത്തിന് നന്ദി അർപ്പിക്കുവാൻ യേശുവിനരികിൽ വന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇന്നത്തെ ധ്യാനഭാഗമായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു യെരുശലേമിലേക്കുള്ള യാത്രയിലാണ്. ശമര്യയ്ക്കും ഗലീലയ്ക്കും ഇടയ്ക്കുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്നുകൊണ്ട് യേശു, നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നു. അവർ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാതെ അതിരുകളിലാവാം നിന്നിരുന്നത്. ഇന്നലെ വായിച്ചു കേട്ടതുപോലെ യേശു അവരെ സ്പർശിക്കുകയോ സൗഖ്യമാക എന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയാണ്. കുഷ്ഠം മാറി എന്നത് പുരോഹിതന്മാർ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവർക്ക് തിരികെ സമൂഹത്തിനും ദേവാലയത്തിനുമൊക്കെ പ്രവേശിക്കുവാനാകൂ എന്നതാണ് നിയമം. യേശുവിന്റെ വാക്കിൽ സംശയിക്കാതെ അവർ പോകുന്ന വഴിയിൽ തന്നെ സൗഖ്യമായി. അവരുടെ വിശ്വാസവും ഒരു കാരണമാകാം. അവരിൽ ഒരുത്തൻ മാത്രം തിരികെ വന്ന് കർത്താവിന്റെ പാദത്തിൽ വീണ് നന്ദി പറയുന്നുണ്ട്. അവൻ ശമര്യക്കാരനായിരുന്നുവെന്ന് അവിടെ പറയുന്നു. യഹൂദർ സാമൂഹികവും മതപരവുമായുമൊക്കെ അകറ്റി നിർത്തിയവരായിരുന്നു ശമര്യർ. ബാക്കി 9 പേർ എവിടെ എന്നതാണ് യേശുവിന്റെ ചോദ്യം. തിരികെ വന്ന ആ മനുഷ്യനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ 10 പേരും സൗഖ്യം പ്രാപിച്ചു, എങ്കിലും രക്ഷ പ്രാപിച്ചത് ഈ ശമര്യക്കാരനാണ് എന്ന് പറയാം. കുഷ്ഠരോഗികളായിരുന്നപ്പോൾ അവർക്ക് വേർതിരിവുകൾ ഇല്ലായിരുന്നിരിക്കാം. എന്നാൽ സൗഖ്യമായപ്പോൾ ശമര്യക്കാരനിൽ നിന്നും അകന്നു പോയിരിക്കാം. പുരോഹിതന്റെ അടുക്കൽ ചെന്ന് കാണിച്ച ശേഷം എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം ജീവിതം ആഘോഷിക്കാമെന്നവർ കരുതിയിരിക്കണം. കാരണം യഹൂദന്മാർ എപ്പോഴും നിയമങ്ങൾക്ക് മുൻതൂക്കം നൽകിയിരുന്നു. ദൈവത്തിന്റെ സ്വന്തം ജനമായ അവർക്ക് സൗഖ്യം ലഭിക്കുക എന്നത് തങ്ങളുടെ അവകാശമായി അവർ ചിന്തിച്ചു കാണും. അപ്പോൾ പിന്നെ പ്രത്യേകം ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ ആ ശമര്യൻ അങ്ങനെയല്ല. ലഭിച്ചതെല്ലാം അവകാശമല്ല, അനുഗ്രഹമാണ് എന്നറിയുന്ന കൃതാർത്ഥ ഹൃദയത്തിനുടമയായിരുന്നു ആ മനുഷ്യൻ. തനിക്ക് നേരിട്ട അപമാനങ്ങളെയോ വേദനകളെയോ ഒന്നുമോർത്ത് പിറുപിറുപ്പോ പരാതിയോ കൂടാതെ കുടുംബത്തോട് ഒത്തുചേർന്നുള്ള ആഘോഷത്തേക്കാൾ, നിയമ പരിരക്ഷയേക്കാൾ സൗഖ്യം നൽകിയവനോട് നന്ദി പറയാനായി തിരിച്ചു വരികയാണ് ചെയ്തത്. വെറും നന്ദി പ്രകടനമല്ല, ജീവിതത്തെ നന്ദിയോടെ കാണുന്ന നിലപാടാണത്. കൃതാർത്ഥത ഒരു വികാരം മാത്രമല്ല, അത് ഒരു തീരുമാനമാണ്. കിട്ടിയവയിൽ സന്തോഷിക്കുകയും കിട്ടാത്തതിൽ പരാതിപ്പെടാതെ ജീവിക്കുകയും ചെയ്യുന്ന മനോഭാവം. ലഭിച്ച അനുഗ്രഹങ്ങളിൽ സന്തോഷിച്ച് അനുഗ്രഹദാതാവിന്റെ സന്നിധിയിൽ വിനയത്തോടെ ജീവിക്കുന്ന ഒരു കൃതാർത്ഥ ഹൃദയം നമ്മിലുണ്ടോ എന്ന് ചിന്തിക്കാം. ഓരോ ദിവസവും എത്രയോ നന്മകളാണ് ദൈവം നമ്മുടെ ജീവിതത്തിലും നൽകുന്നത്. നന്ദി അർപ്പിക്കാൻ മറന്നു പോകുന്നില്ലേ ഞാനും നിങ്ങളും പലപ്പോഴും? ലഭിക്കാതെ പോയതിനെ ഓർത്ത് പരാതിപ്പെടുന്നവരാണ് മനുഷ്യരിലധികവും. കൂടുതൽ ഉയരങ്ങളിലേക്ക്, വിജയത്തിലേക്ക്, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകുവാനാണ് നാം ആഗ്രഹിക്കുക. അനുഗ്രഹങ്ങളെ പോലും അവകാശമായി കാണുന്നവരാണ് അധികവും. വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയവയെല്ലാം സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ടാണെന്നും നല്ല ആരോഗ്യം ജീവിതശൈലിയിലുള്ള ശ്രദ്ധ കൊണ്ടാണെന്നുമൊക്കെയാണ് ഇന്ന് പലരും ചിന്തിക്കുക. എന്നാൽ ഇതിലെല്ലാമുള്ള ദൈവകൃപ കാണുവാൻ സാധിക്കുന്നില്ല. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആഘോഷങ്ങൾ നടത്താറുണ്ട്, എല്ലാം എൻ്റെ വിജയത്തെയും കഴിവിനെയും ഉയർത്തിക്കാട്ടുവാൻ. എന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് മുട്ടുകളെ മടക്കുവാൻ, മറ്റുള്ളവരോട് ഒന്ന് സാക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആരാം രാജാവിന്റെ സേനാപതിയായിരുന്ന നയമാൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ തിരികെ ദൈവപുത്രനായ ഏലീശയുടെ അടുക്കൽ പോയി നന്ദി അർപ്പിച്ചതായി വേദപുസ്തകത്തിൽ വായിക്കുന്നു. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് യഹോവയുടെ സന്നിധിയിൽ പറയുന്നത്, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ ഗൃഹവും എന്തുള്ളൂ എന്നാണ്. നമുക്കുള്ളതൊന്നും സ്വന്തം നേട്ടമല്ല, ദാനമാണ്. കൈവശമുള്ളതെല്ലാം അവകാശമല്ല,
അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവാണ് ആവശ്യം. അപ്പോൾ നന്ദിയല്ലാതെ ഒന്നും പറയുവാൻ നമുക്കുണ്ടാകില്ല. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ മുൻപോട്ടുള്ള ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമായി കാണാതെ, അവകാശമായി കാണാതെ, കൃതാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് തിരികെ ചെന്ന് നന്ദി പറയുന്നതിന് നമുക്കും പഠിക്കാം. മാത്രമല്ല, ചെറുതും വലുതുമായ സഹായങ്ങൾ, കൈത്താങ്ങലുകൾ നൽകിത്തരുന്ന അനേകർ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. വീട്ടിൽ ജോലി ചെയ്യുന്നവരാകാം, കുടുംബാംഗങ്ങളാകാം, സഹപ്രവർത്തകരാകാം, സഹപാഠികളാകാം, സ്നേഹിതരാകാം, ഒരുപക്ഷെ നമുക്കൊരു പരിചയമോ ബന്ധമോ ഇല്ലാത്തവരുമാകാം. നന്ദി എന്നൊരു വാക്കെങ്കിലും അവരോട് പറയുവാൻ നമ്മുടെ മനസ്സുകളെ ഒരുക്കാം. ഈ നോമ്പിൽ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. ലഭിച്ചതെല്ലാം അവകാശമല്ല, അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി ചെറിയ നന്മകൾ പോലും വിലമതിച്ച് പരാതി കൂടാതെ പ്രശ്നങ്ങൾക്കിടയിലും ദൈവകൃപ കാണുവാനും കൃതാർത്ഥ ഹൃദയത്തോടെ നന്ദി ചൊല്ലുന്നവരായിരിക്കുവാനും പരിശ്രമിക്കാം. അപ്പോൾ നാം ദൈവകൃപയാൽ നിറയപ്പെടും, രക്ഷയുടെ അനുഭവത്തിലായിത്തീരും. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ ജീവനും ജീവിതവും നിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലഭിക്കുന്ന ഓരോ നന്മകൾക്കും നന്ദി നിറഞ്ഞ ഹൃദയവും അത് പ്രകടിപ്പിക്കുവാനുള്ള മനസ്സും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ.